Hi guys, my name is Prinz. And once again welcome back to Active Prinz Vlogz. So രണ്ട് മൂന്ന് വീഡിയോക്ക് മുമ്പായിട്ട് നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. നിങ്ങളൊരു പുതിയ സ്മാർട്ട് ഫോൺ മേടിച്ചു കഴിഞ്ഞാൽ ഉടനെ തന്നെ ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ഞാൻ ആ വീഡിയോയിൽ 10-15ഓളം കാര്യങ്ങൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്. സോ നിങ്ങളൊരു പുതിയ സ്മാർട്ട് ഫോൺ മേടിച്ചിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾ തീർച്ചയായും കണ്ടിരിക്കണം, അത് ചെയ്തിരിക്കുകയും വേണം. സോ ആ വീഡിയോ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ഞാൻ ഐ ബട്ടണിൽ ഇട്ടതാം. ഈ വീഡിയോ കണ്ടതിന് ശേഷം മാത്രം ആ വീഡിയോ പോയി കണ്ടു നോക്കുക. ഒരുപാട് യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്. സോ ആ വീഡിയോ ചെയ്തത് എന്തൊക്കെ ചെയ്യണമെന്നാണ്. പുതിയ സ്മാർട്ട് ഫോൺ മേടിച്ചു കഴിഞ്ഞാൽ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണമെന്നാണ്. സോ ഞാൻ വിചാരിച്ചു ഒരു പുതിയ സ്മാർട്ട് ഫോൺ മേടിച്ചു കഴിഞ്ഞാൽ എന്തൊക്കെ ചെയ്യാൻ പാടില്ല, എന്തൊക്കെ ചെയ്യരുത് എന്നുള്ള കാര്യത്തെ കുറിച്ച് ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു. അതാണ് ഈ വീഡിയോ. ഞാൻ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്, നിങ്ങൾ ഒരു പുതിയ സ്മാർട്ട് ഫോൺ മേടിച്ചിട്ടുണ്ടെങ്കിൽ അതിൽ നിങ്ങൾ ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങളെ കുറിച്ചാണ്. അറൗണ്ട് ഒരു 15 കാര്യങ്ങളോട് ഞാൻ പറയുന്നുണ്ട് ഇതിലും. സോ ഇത് നിങ്ങളുടെ സ്മാർട്ട് ഫോൺ ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങളാണ്. സോ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അതിനു മുമ്പ് എന്റെ ചാനലിലേക്ക് നിങ്ങൾ ആദ്യമായിട്ടാണ് വന്നതെങ്കിൽ ഈ ചാനൽ അടിയിലുള്ള സബ്സ്ക്രൈബ് ബട്ടൺ നോക്കി സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് വെക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്ത് പോകാവൂ. എന്റെ ഇൻസ്റ്റാഗ്രാമിൽ നിങ്ങൾക്ക് ഫോളോ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഉണ്ട്, അതിൽ കയറി എന്റെ ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്യുക. സോ നമുക്ക് ടൈം വേസ്റ്റ് ചെയ്യാതെ ഉടനെ തന്നെ വീഡിയോയിലേക്ക് കിടക്കാം. സോ ഓക്കെ, നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. സോ നമ്മുടെ ലിസ്റ്റിൽ ആദ്യത്തെ പോയിന്റ് ആണ്, നമ്മൾ ഫോൺ സെറ്റപ്പ് ചെയ്യുന്ന വെച്ച് തുടങ്ങാം. നമ്മൾ ഫോൺ സെറ്റപ്പ് ചെയ്യുമ്പോൾ കുറെ കാര്യങ്ങൾ ചോദിക്കും. ഇമെയിൽ അഡ്രസ്, പാസ്വേഡ് വെക്കാൻ പറയും, ഗൂഗിൾ ഐഡിയിലേക്ക് സൈൻ ഇൻ ചെയ്യാൻ പറയും, അതേപോലെ തന്നെ പാസ്വേഡ് സെക്യൂർ ആക്കി വെക്കാനുള്ള പാസ്വേഡ്, ഫിംഗർ പ്രിന്റ് ഒക്കെ ചോദിക്കും ഫസ്റ്റ് നമ്മൾ സെറ്റപ്പ് ചെയ്യുമ്പോൾ പുതിയ ഫോൺ മേടിച്ചിട്ട്. സോ അതൊക്കെ മിക്ക ആൾക്കാരും സ്കിപ്പ് ചെയ്ത് കളയാണ് ചെയ്യുക. പിന്നെ ചെയ്യാം സ്കിപ്പ് ചെയ്ത് കളയാണ് ചെയ്യാറ്. നിങ്ങൾ അത് ഒരിക്കലും ചെയ്യാൻ പാടില്ല. സോ നിങ്ങൾ ആ ചെയ്യുന്ന തെറ്റാണ്. നിങ്ങൾ അപ്പോൾ തന്നെ നിങ്ങളുടെ ഫിംഗർ പ്രിന്റ് ആയാലും പാസ്വേഡ് ആയാലും അതേപോലെ തന്നെ ഗൂഗിൾ ഐഡിയിലേക്ക് അപ്പോൾ തന്നെ സൈൻ ഇൻ ചെയ്തിടുക. സോ അങ്ങനെ ചെയ്യുന്നതിലൂടെ നിങ്ങൾ ഓട്ടോമാറ്റിക് നിങ്ങൾ ഗൂഗിൾ ഐഡിയിലേക്ക് എന്തെങ്കിലും സിങ്ക് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ, കോൺടാക്ട്സോ ഫോട്ടോസോ എന്തെങ്കിലും സിങ്ക് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി അപ്പോൾ തന്നെ നിങ്ങളുടെ ഫോണിലേക്ക് അതെല്ലാം കോൺടാക്ട്സ് ഒക്കെ വരുന്നതാണ്. സോ നിങ്ങളുടെ ഫോണിൽ ഫസ്റ്റ് സെറ്റപ്പ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾ പാസ്വേഡും ഗൂഗിൾ ഐഡിയും ഒക്കെ സൈൻ ഇൻ ചെയ്ത് വെക്കുക. കുറെ ആൾക്കാർ അതൊക്കെ പിന്നെ ചെയ്യാൻ വെച്ച് സ്കിപ്പ് ചെയ്ത് കളയാറുണ്ട്. സോ നിങ്ങൾ അത് ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണ്. സോ രണ്ടാമത്തെ പോയിന്റ് നോക്കിയാൽ ആന്റി വൈറസ്. നമ്മുടെ ലാപ്ടോപ്പിലൊക്കെ ആന്റി വൈറസിന്റെ സംഭവങ്ങളൊക്കെ കയറ്റി വെക്കാറുണ്ട്. സോ അത് ലാപ്ടോപ്പിൽ കുഴപ്പമില്ല, പക്ഷെ നിങ്ങൾ സ്മാർട്ട് ഫോണിൽ അതിന്റെ യാതൊരു ആവശ്യവുമില്ല. ഇപ്പൊ എന്റെ ഒരു എക്സ്പീരിയൻസ് വെച്ച് പറയാൻ, ഞാൻ കുറെ നാളുകളെ സ്മാർട്ട് ഫോൺസ് യൂസ് ചെയ്യാറുണ്ട്. അതിൽ ഞാൻ ഇതുവരെ ഒരു ആന്റി വൈറസിന്റെ ആപ്പും ഇൻസ്റ്റാൾ ചെയ്ത് വെച്ചിട്ടില്ല. ശരിക്കും അതിന്റെ ഒരു ആവശ്യമില്ല. നിങ്ങളുടെ സ്മാർട്ട് ഫോൺ എസ്പെഷ്യലി പുതിയ സ്മാർട്ട് ഫോണിൽ ഒരു ആവശ്യമില്ല ആന്റി വൈറസിന്റെ ആപ്സ് ഒന്നും. സോ ഈ ആന്റി വൈറസ് ആപ്പ് ഒക്കെ ഇൻസ്റ്റാൾ ചെയ്യുന്നവരോട് അത് എപ്പോഴും നിങ്ങൾ ബാക്ക്ഗ്രൗണ്ടിൽ ഇരുന്ന് സെർച്ച് ചെയ്തുകൊണ്ട് എന്തെങ്കിലും വൈറസ് ഉണ്ടോ, അല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും നോക്കി നിൽക്കായിരിക്കും നിങ്ങൾ എന്താ ചെയ്യുന്നത് നോക്കിയിട്ട്. സോ അത് എപ്പോഴും ഇങ്ങനെ വർക്ക് ചെയ്തുകൊണ്ട് അത് നിങ്ങളുടെ ബാറ്ററിനെ അത് തീർച്ചയായിട്ടും ബാധിക്കും. അതുപോലെ തന്നെ പെർഫോമൻസിനെയും അത് ബാധിക്കുന്നതാണ്. സോ നിങ്ങൾ ഒരിക്കലും പ്ലേ സ്റ്റോറിന് എവിടെ നിന്നായാലും നിങ്ങൾ ഒരിക്കലും നിങ്ങളുടെ സ്മാർട്ട് ഫോണിൽ ആന്റി വൈറസിന്റെ ഒരു ആപ്പും കയറ്റേണ്ട ആവശ്യമില്ല. പക്ഷെ നിങ്ങൾ ഒരു കാര്യം ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ ഗൂഗിൾ പ്ലേ സ്റ്റോർ പോയിട്ട് പ്ലേ പ്രൊട്ടക്ട് എന്ന് പറഞ്ഞ സാധനം എപ്പോഴും ഓൺ ചെയ്തിരിക്കണം. അത് നിങ്ങൾ കുറച്ച് സെക്യൂർ ആക്കിയൊക്കെ സാധിക്കും. അങ്ങനെ എന്തെങ്കിലും ആപ്പൊക്കെ ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ മാൾവെയർ ആണ്, അല്ലെങ്കിൽ പ്രൈവസി നിങ്ങളുടെ പ്രൈവസിക്ക് എന്തെങ്കിലും കുഴപ്പം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അത് കണ്ടുപിടിക്കും. സോ അത് നിങ്ങൾ അറിയിക്കുകയും ചെയ്യും. സോ നിങ്ങളുടെ ആന്റി വൈറസിന്റെ ആപ്പിന്റെ ആവശ്യമില്ല. നിങ്ങൾ ഗൂഗിൾ തന്നെ നിങ്ങളെ പ്ലേ പ്രൊട്ടക്ട് പറഞ്ഞ സാധനം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോ അത് നിങ്ങൾ ഉപയോഗിക്കുക. സോ മൂന്നാമത്തെ, നിങ്ങൾ ഒരിക്കലും നിങ്ങളുടെ സ്മാർട്ട് ഫോൺ ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണ്, അൺനോൺ സോഴ്സിൽ നിന്നും നിങ്ങൾ ഒരിക്കലും ഒരു ആപ്സും ഇൻസ്റ്റാൾ ചെയ്ത് ഉപയോഗിക്കരുത്. അൺനോൺ സോഴ്സ് എന്ന് വെച്ചാൽ ഇപ്പൊ നമ്മൾ സാധാരണ എവിടുന്നാണ് ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുന്നത്? ആൻഡ്രോയിഡ് ഫോൺ ആണെങ്കിൽ പ്ലേ സ്റ്റോർ, അല്ലെങ്കിൽ iOS ആണെങ്കിൽ നമ്മൾ ആപ്പ് സ്റ്റോറിൽ നിന്നാണ് സാധാരണയായിട്ട് എല്ലാ ആപ്സും ഇൻസ്റ്റാൾ ചെയ്യാറ്. പക്ഷെ ഈ പ്ലേ സ്റ്റോറിലും ആപ്പ് സ്റ്റോറിലും ഇല്ലാത്ത ചില ആപ്സ് ഒക്കെ ഉണ്ട്. സോ അങ്ങനെയുള്ള ആപ്സ് ഒക്കെ എന്താ ചെയ്യാറ്, നമ്മൾ ഗൂഗിളിൽ പോയിട്ട് സെർച്ച് ചെയ്ത് ഓരോ വെബ്സൈറ്റിൽ നിന്ന് ഇൻസ്റ്റാൾ ചെയ്യും. അത് നിങ്ങൾ ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണ്. അത് കുറെ നിങ്ങളുടെ പ്രൈവസീനെ അത് തീർച്ചയായിട്ടും ബാധിക്കുന്നതാണ്. സോ അതുകൊണ്ടാണ് ഗൂഗിൾ തന്നെ ഒരു ഓപ്ഷൻ സെറ്റിംഗ്സിൽ നൽകുന്നത്, ഇൻസ്റ്റാൾ ഫ്രം അൺനോൺ സോഴ്സ് എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ ഉണ്ട്. അത് ഓരോ ആപ്സിന്റെ ചിലത് ഡിസേബിൾ എനേബിൾ ഒക്കെ ഉണ്ടാവും. സോ നിങ്ങൾക്ക് ആവശ്യമില്ലെന്ന് തോന്നുന്ന എല്ലാ സോഴ്സിൽ നിന്നും അത് ഡിസേബിൾ ചെയ്തിടുക. സോ ഒന്ന് ചുരുക്കി പറയുകയാണെങ്കിൽ, നിങ്ങൾ പ്ലേ സ്റ്റോറിനോ ആപ്പ് സ്റ്റോറിനോ അല്ലാതെ മറ്റൊരിടത്തു നിന്നും, പ്രത്യേകിച്ച് ഗൂഗിളിൽ നിന്നോ ക്രോമിൽ നിന്നോ ഒരിക്കലും ഒരു ആപ്സും ഇൻസ്റ്റാൾ ചെയ്ത് ഉപയോഗിക്കരുത്. അത് വളരെ ആപത്ത് ക്ഷണിച്ചു വയ്ക്കുന്നതാണ്. സോ നാലാമത്തെ നിങ്ങൾ ചെയ്യാൻ പാടില്ലാത്ത കാര്യം റൂട്ടിംഗ് ആണ്. റൂട്ടിംഗ് എന്താണെന്ന് അറിയില്ലെങ്കിൽ ഞാൻ ചുരുക്കി പറയാം. റൂട്ടിംഗ് എന്ന് വെച്ചാൽ നമ്മളെ ഇഷ്ടം, നിങ്ങൾക്ക് ഇപ്പോ MIUI യൂസർ ആണ്, ഇപ്പൊ MIUI നിങ്ങൾക്ക് ഇഷ്ടമില്ല, ഓക്സിജൻ OS ആണ് നിങ്ങൾക്ക് ഇഷ്ടം,
സോ നിങ്ങളുടെ അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ സ്മാർട്ട് ഫോൺ റൂട്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് ആ ഓക്സിജൻ വോയിസ് ഒക്കെ കയറ്റി ഉപയോഗിക്കാൻ സാധിക്കും. അല്ലെങ്കിൽ പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള എല്ലാ സാധനങ്ങളും ചെയ്യാൻ സാധിക്കും നിങ്ങളുടെ സ്മാർട്ട് ഫോണിൽ. നിങ്ങൾക്ക് ഇതിങ്ങനെ ആവശ്യമില്ല, മറ്റേ പോലെയാണ് ആവശ്യം എന്ന് വെച്ചാൽ നിങ്ങളുടെ സ്മാർട്ട് ഫോൺ റൂട്ടഡ് ആണെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ നിങ്ങളുടെ സ്മാർട്ട് ഫോൺ യൂസ് ചെയ്യാം. മറ്റേ റൂട്ട് ചെയ്ത ഫോണുകളായ ഒരു ഇപ്പൊ MIUI ആണെങ്കിൽ MIUI ഓരോ സാധനങ്ങൾ സെറ്റ് ചെയ്ത് വെച്ചിട്ട് അത് മാത്രം അതിന് കടന്നു പോയി നിങ്ങൾ ഒരിക്കലും ചെയ്യാൻ സാധിക്കില്ല. സോ അങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടമല്ല, നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യണമെങ്കിൽ ചിലർ റൂട്ടിങ് ചെയ്യാറുണ്ട്. സോ ഈ റൂട്ടിങ് ചെയ്യുന്നത് വളരെയധികം തെറ്റായ കാര്യമാണ്. പല സ്മാർട്ട് ഫോൺ ബ്രാൻഡും ഇത് അനുവദിക്കാറില്ല, പക്ഷെ ചിലർ അനുവദിക്കാറുണ്ട്. പക്ഷെ കുറെ വാറണ്ടി കട്ടാക്കുന്നവരുണ്ട്, അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ചിലവർ വാറണ്ടി കട്ടാക്കും. റൂട്ടിങ് വെച്ച് നിങ്ങളുടെ സ്മാർട്ട് ഫോണിന്റെ സംഭവിച്ചാൽ നമ്മൾ ഒരിക്കലും ഒരു ഉത്തരവാദി ആയിരിക്കില്ല എന്ന് പറഞ്ഞിട്ട് കുറെ ബ്രാൻഡുകൾ അങ്ങനെ പറയുന്നുണ്ട്. കൂടുതലും അതിന്റെ ദോഷകരമായ സൈഡുകളാണ് കൂടുതലും ഉള്ളത്. സോ അത് റൂട്ടിങ്ങിനെ കുറിച്ചൊക്കെ അറിയാം, നല്ല രീതിയിൽ അറിയാമെന്നുള്ളവർ മാത്രം റൂട്ടിങ് ചെയ്താൽ മതി. എല്ലാത്തരം ഇതിനെ കുറിച്ചൊരു ഐഡിയ ഇല്ലാത്തവർ ചില ചെറുങ്ങനൊക്കെ അറിയാമെന്നുള്ളവർ ഒരിക്കലും നിങ്ങളുടെ സ്മാർട്ട് ഫോൺ റൂട്ട് ചെയ്യരുത്. അത് നിങ്ങളുടെ സ്മാർട്ട് ഫോണിലെ ബ്രിക്കാക്കി മാറ്റുന്നതാണ്. ബ്രിക്ക് എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഒന്നും അതിൽ പിന്നെ ചെയ്യാൻ സാധിക്കില്ല. അങ്ങനെ ഒരു അവസ്ഥയിൽ നിങ്ങൾ സ്മാർട്ട് ഫോണിൽ കൊണ്ടെത്തിക്കും. സോ നിങ്ങൾ അറിയുന്ന നല്ല കൃത്യമായിട്ട് അറിയുന്ന ആൾക്കാരാണെങ്കിൽ മാത്രം നിങ്ങളുടെ സ്മാർട്ട് ഫോൺ റൂട്ട് ചെയ്യുക, എല്ലാത്തവരും അതിന്റെ അയലത്ത് പോവാതിരിക്കുക. സോ അഞ്ചാമത്തെ പ്രധാനപ്പെട്ട കാര്യമാണ്, നിങ്ങളുടെ സ്മാർട്ട് ഫോൺ ഇപ്പോ പലരും സ്വിച്ച് ഓഫ് ഒന്നും ചെയ്യാറില്ല, റീസ്റ്റാർട്ട് തന്നെ ചിലർ ചെയ്യാറില്ല. ഇപ്പൊ നിങ്ങൾ സ്മാർട്ട് ഫോൺ 24/7 വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ ഉപയോഗിക്കാത്ത എപ്പോഴും നിങ്ങളുടെ ഫോൺ സ്റ്റാൻഡ് ബൈ മോഡിലായിരിക്കും, അല്ലാതെ ഓഫായി കിടക്കല്ല ചെയ്യുക. നിങ്ങളുടെ സ്മാർട്ട് ഫോൺ എപ്പോഴും വർക്ക് ചെയ്തുകൊണ്ടിരിക്കും. അത് നിങ്ങളുടെ ബാറ്ററി ലൈഫിനെ എപ്പോഴും ബാധിക്കുന്നതാണ്. നിങ്ങൾ എത്ര ബാറ്ററി ലൈഫ് നിർണ്ണയിക്കുന്നത് നിങ്ങൾ എത്രത്തോളം ഫോൺ യൂസ് ചെയ്യുന്നു അത്രത്തോളം ബാറ്ററി ബാക്കപ്പ് കുറയുന്നതാണ്. സോ നിങ്ങൾ ചെയ്യേണ്ട കാര്യം നിങ്ങളുടെ സ്മാർട്ട് ഫോൺ ഇടയ്ക്ക് സ്വിച്ച് ഓഫ് ചെയ്ത് വെക്കുക എന്നാണ്. ഇപ്പോൾ ഞാനൊക്കെ ചെയ്യുന്ന ഒരു എക്സാമ്പിൾ പറയാം. ഞാൻ ചെയ്യുന്ന കാര്യം എന്താണെന്ന് പറയാം. ഞാൻ രാവിലെ ഫുൾ ടൈം ഫോണിൽ യൂസ് ചെയ്തിട്ട് രാത്രി ഒരു 2 മണിക്കൂർ ഞാൻ ഫോണ് സ്വിച്ച് ഓഫ് ചെയ്ത് വെക്കും. അങ്ങനെ ഞാൻ ഷെഡ്യൂൾ ചെയ്താണ് വെക്കാറ്. ഇപ്പൊ നിങ്ങളുടെ സ്മാർട്ട് ഫോണിൽ ഓപ്ഷൻ ഉണ്ട്, ഷെഡ്യൂൾഡ് പവർ ഓൺ ഓഫ് അങ്ങനെയൊക്കെ സംഭവങ്ങളുണ്ട്. സോ അത് നിങ്ങൾ യൂസ് ചെയ്യാൻ ശ്രമിക്കുക. ഞാൻ ചെയ്യുന്ന പരിപാടിയാണ്, രാത്രി 2 മണിക്കാണ് ഇത് സെറ്റ് ചെയ്ത് വെച്ചെന്ന് തോന്നുന്നു. 2 മണി തൊട്ട് 4 മണി വരെ 4:30 വരെ ഞാൻ ഫോണ് സ്വിച്ച് ഓഫ് ചെയ്യുന്ന ആ രീതിയിൽ ഷെഡ്യൂൾ ചെയ്ത് വെച്ചിരിക്കുകയാണ്. സോ അത് ഓട്ടോമാറ്റിക് ആയിട്ട് 2 മണിക്ക് ഓഫ് ആകും, 4:30 ഓൺ ആകും. സോ നമുക്ക് ഇടയ്ക്ക് പോയി ഓഫ് ചെയ്ത് ഓൺ ആക്കേണ്ട ആവശ്യമില്ല, അത് ഓട്ടോമാറ്റിക് തന്നെ ഓഫ് ആകും ഓൺ ആവുകയും ചെയ്യും. സോ ഞാനൊരു എക്സാമ്പിൾ ഞാൻ ചെയ്യുന്ന കാര്യം പറഞ്ഞാണ്, നിങ്ങൾ ആ സമയത്ത് ചെയ്യണമെന്നല്ല, നിങ്ങൾക്ക് എപ്പോഴാണ് അനുയോജ്യമായ സമയം അപ്പോൾ നിങ്ങൾ ചെയ്യുക. മിനിമം 2 മണിക്കൂറെങ്കിലും നിങ്ങൾ സ്മാർട്ട് ഫോൺ ഓഫ് ആക്കി വെക്കണം. സ്മാർട്ട് ഫോണിനും കുറച്ചൊക്കെ റെസ്റ്റ് വേണ്ടേ, അതുകൊണ്ട് നിങ്ങൾ ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ സ്മാർട്ട് ഫോണിനും കുറച്ചുകൂടി ലൈഫ് കൂടുന്നതാണ്. സോ 6ാമത്തെ പോയിന്റ്, സോ ഞാൻ ആന്റിവൈറസിന്റെ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുന്നതിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് കുറച്ച് പോയിന്റുകൾ കുറച്ച് മുമ്പ്. സോ അതേപോലത്തെ ഒരു സംഭവമാണ് ക്ലീനർ ആപ്സും വളരെ അപകടകാരികളാണ്. സോ നിങ്ങളുടെ സ്മാർട്ട് ഫോൺ ക്ലീനർ ആപ്സ് ഒന്നും ഇൻസ്റ്റാൾ ചെയ്ത് ഉപയോഗിക്കരുത്. നിങ്ങളുടെ സ്മാർട്ട് ഫോണിൽ തന്നെ ഇപ്പോൾ ക്ലീനർ ആപ്പ് ഒക്കെ ഉണ്ട് ഇൻബിൽഡ് ആയിട്ട്. അത് ചിലത് ഒഴിവാക്കുന്നുണ്ട്, അത് ബാൻ ചെയ്തുകൊണ്ട് ചിലത് ഒഴിവാക്കുന്നുണ്ട്. ഇപ്പോഴും ഞാൻ ഇപ്പം MIUI ആണ് യൂസ് ചെയ്യുന്നത്, അതിലിപ്പോഴും ക്ലീനർ ആപ്പ് ഉണ്ട്. ഇപ്പൊ റിയൽമിയിലൊക്കെ അത് ഒഴിവാക്കിയിട്ടുണ്ട്. സോ ഉള്ളതാണെങ്കിൽ നിങ്ങൾ അത് ഉപയോഗിക്കാൻ പറയുന്നില്ല, പക്ഷെ അത്രയും ഇതൊക്കെയാണെങ്കിൽ അത് ഇപ്പൊ പ്രധാനമായിട്ട് ക്യാഷ് ഫയലാണ് ഡിലീറ്റ് ആക്കുക അല്ലെങ്കിൽ ഒഴിവാക്കുകയുള്ളൂ, അല്ലാതെ ബാക്കി വലിയ പണിയെന്ന് വെച്ചാൽ ചെയ്യൂല. സോ ഞാൻ പറഞ്ഞു വന്നത്, നിങ്ങൾ ഒരിക്കലും നിങ്ങളുടെ സ്മാർട്ട് ഫോണിൽ ക്ലീനിങ് ആപ്സ് അങ്ങനത്തെ ക്ലീനർ ആപ്സ് ഒന്നും ഉപയോഗിക്കരുത്. ഇപ്പൊ ക്ലീൻ മാസ്റ്റർ പോലത്തെ ആപ്സ് ഒക്കെ ഉണ്ട്, ഇഷ്ടം പോലെ ഉണ്ട് പ്ലേ സ്റ്റോറിൽ. സോ നിങ്ങൾ ഒരിക്കലും നിങ്ങളുടെ സ്മാർട്ട് ഫോണിൽ ക്ലീനർ ആപ്സ് ഒന്നും ഉപയോഗിക്കാതെ ഇരിക്കുക. സോ 7ാമത്തതും ഇതേ ഒരു ബന്ധത്തിലുള്ളതാണ്. നിങ്ങൾ കുറെ പ്ലേ സ്റ്റോറിൽ സെർച്ച് ചെയ്താൽ അറിയാം, കുറെ ബാറ്ററി ലോങ് ലൈഫ് അല്ലെങ്കിൽ ബാറ്ററി ഫാസ്റ്റ് ചാർജിങ്ങിന്റെ ആപ്സും ബാറ്ററി സേവിങ് ആപ്സും ഒക്കെ കുറെ ഇഷ്ടം പോലെ പ്ലേ സ്റ്റോറിലുണ്ട്. സോ അങ്ങനത്തെ ആപ്സ് ഒന്നും നിങ്ങൾ ഒരിക്കലും ഇൻസ്റ്റാൾ ചെയ്ത് ഉപയോഗിക്കാൻ പാടില്ല. അത് നിങ്ങളുടെ ബാറ്ററി ലൈഫ് കൂട്ടുക അല്ലെങ്കിൽ ഫാസ്റ്റ് ചാർജ് ചെയ്യുക അല്ല, അത് നെഗറ്റീവ് ആയിട്ടാണ് നിങ്ങളുടെ സ്മാർട്ട് ഫോണിൽ അത് ബാധിക്കുക. സോ നിങ്ങൾ ഒരിക്കലും ബാറ്ററി സേവിങ് ആപ്സ് അല്ലെങ്കിൽ ബാറ്ററി ഫാസ്റ്റ് ചാർജിങ് ആപ്സ് ഒന്നും ഇൻസ്റ്റാൾ ചെയ്ത് ഉപയോഗിക്കരുത്, അതൊക്കെ ഫുള്ള് ഫേക്ക് ആണ്. സോ 8ാമത്തെ പോയിന്റ് നോക്കിയാൽ, നിങ്ങളുടെ സ്മാർട്ട് ഫോണിൽ വാട്സാപ്പ് ഉപയോഗിക്കുന്നവരായിരിക്കും, മിക്ക ആൾക്കാരും വാട്സാപ്പ് യൂസ് ചെയ്യുന്നവരായിരിക്കും, അല്ലെങ്കിൽ ഫേസ്ബുക്ക്, എവിടുന്നായാലും അനാവശ്യമായിട്ടുള്ള കുറെ മെസ്സേജ് ഒക്കെ വരാറുണ്ട്. ഇപ്പൊ ഈ ലിങ്ക് ക്ലിക്ക് ചെയ്താൽ ഇങ്ങനെയാവും എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ അനാവശ്യമായിട്ടുള്ള ലിങ്കും ഫേക്ക് ആയിട്ടുള്ള ലിങ്കൊക്കെ വരാറുണ്ട്. സോ നിങ്ങളുടെ സ്മാർട്ട് ഫോണിനെ കുറിച്ചൊന്നും അങ്ങനെ അറിയാത്തവർ, പുതിയ സ്മാർട്ട് ഫോണൊക്കെ ഉപയോഗിച്ച് തുടങ്ങുന്ന ആൾക്കാരാണെങ്കിൽ അതിനെ കുറിച്ചൊന്നും അറിയില്ല, പുതിയതായിട്ട് വരുന്നവരാട്ടോ പറയുന്നത്. സോ അങ്ങനെയൊക്കെ ഉള്ളവരാണ് ഇങ്ങനത്തെ ചതിക്കുഴികളൊന്നും അവരെ അറിയില്ല. സോ
ഈ ലിങ്ക് ക്ലിക്ക് ചെയ്താൽ 10,000 രൂപ തരാം, അങ്ങനെ പറഞ്ഞിട്ട് ചിലർ അറിയാത്തവരാണെങ്കിൽ ഈ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് അവർ അപകടത്തിൽ പോയി ചാടും. സോ നിങ്ങൾ ആരും ഇങ്ങനത്തെ ലിങ്കിൽ പോയിട്ട് ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങളുടെ പണി വരുത്തി വെക്കരുത്. എക്സ്പെഷ്യലി പുതിയ ഫോൺ മേടിച്ച ആൾക്കാരും, പുതിയ ഫോൺ എന്നല്ല ആരും ഇത് ചെയ്യരുത്. നിങ്ങൾക്ക് റിസ്ക് ആയി തോന്നല്ലേ, നിങ്ങൾക്ക് വിശ്വാസമില്ലാത്ത ഒരു ലിങ്ക് കയറിയിട്ട് നിങ്ങൾ ക്ലിക്ക് ചെയ്യരുത്. അത് നിങ്ങളുടെ സ്മാർട്ട് ഫോണിനെ നെഗറ്റീവ് ആയിട്ടായിരിക്കും ബാധിക്കുക. സോ 9ാമത്തെ പോയിന്റ് നോക്കിയാൽ, ഇത് ഞാൻ 2-3 വീഡിയോ മുമ്പ് ചെയ്ത ഒരു വീഡിയോ ഉണ്ടായിരുന്നു, ഒരു പുതിയ സ്മാർട്ട് ഫോൺ മേടിച്ച് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണമെന്ന്. അത് ആ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ള പോയിന്റ് ആണ്. സോ ആ വീഡിയോ പറഞ്ഞത് എന്ത് ചെയ്യണമെന്നാണ്, പക്ഷെ ഇതിൽ ഞാൻ പറയുന്നത് എന്ത് ചെയ്യരുത് എന്നാണ്. സോ നിങ്ങൾ ഒരിക്കലും നിങ്ങളുടെ സ്മാർട്ട് ഫോണിൽ സ്ലോ മെമ്മറി കാർഡ് ഇട്ട് യൂസ് ചെയ്യാതിരിക്കുക, അല്ലെങ്കിൽ ക്വാളിറ്റി കുറഞ്ഞ മെമ്മറി കാർഡ് യൂസ് ചെയ്യാതിരിക്കുക. സോ നിങ്ങളുടെ ഫോണിൽ എത്ര പവർഫുൾ ആയ പ്രൊസസർ ആണെങ്കിലും മെമ്മറി കാർഡ് സ്പീഡ് ഇല്ലെങ്കിൽ അതിനെ റീഡ് ചെയ്യുന്ന കാര്യങ്ങൾ സ്ലോ ആയിട്ടാണ് വരിക. സോ നിങ്ങളുടെ പെർഫോമൻസിനെ നല്ല രീതിയിൽ അത് ബാധിക്കുന്നതാണ്. സോ നിങ്ങളുടെ സ്മാർട്ട് ഫോൺ മെമ്മറി കാർഡ് യൂസ് ചെയ്യുന്നവരാണെങ്കിൽ നല്ല ഫാസ്റ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ നല്ല ക്വാളിറ്റി ഉള്ള മെമ്മറി കാർഡ് പ്രത്യേകം യൂസ് ചെയ്യാൻ ശ്രമിക്കുക. സോ 10ാമത്തെ പോയിന്റ് ആണ്, നിങ്ങളുടെ സ്മാർട്ട് ഫോൺ ഒരു കാരണവശാലും അൺവാണ്ടഡ് ആയിട്ടുള്ള ഒരു ആപ്സും കയറ്റി ഇൻസ്റ്റാൾ ചെയ്യരുത്. നിങ്ങൾക്ക് ആവശ്യമില്ലാത്ത എല്ലാ ആപ്സും അൺഇൻസ്റ്റാൾ ചെയ്ത് കളയുക. നിങ്ങളുടെ സ്മാർട്ട് ഫോണിൽ ഇപ്പോൾ പുതിയ ഫോണിലാണെങ്കിൽ കുറെ ബ്ലോട്ട്വെയർസും ഒക്കെ ഉണ്ടാവും. സോ അതൊക്കെ അൺഇൻസ്റ്റാൾ ചെയ്ത് അറിയുക. അതേപോലെ തന്നെ ആവശ്യമില്ലാത്ത തൊട്ടണ്ട് പിടിച്ചതിന് ഇങ്ങനത്തെ ആപ്പൊക്കെ പോയി ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ റാം കുറഞ്ഞ ഫോണൊക്കെ ആണെങ്കിൽ ഇത് ഇങ്ങനെ കുറെ ആപ്സ് ഇൻസ്റ്റാൾ ചെയ്ത് ഉപയോഗിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ഫോണ് വളരെ സ്ലോ ആയിട്ടായിരിക്കും നിങ്ങൾക്ക് തോന്നുക. സോ നിങ്ങൾക്ക് ആവശ്യമുള്ള മാത്രം ആപ്സ് നിങ്ങളുടെ പുതിയ സ്മാർട്ട് ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്ത് യൂസ് ചെയ്യുക. അല്ലെങ്കിൽ കുറെ ആപ്സ് കുത്തൊഴുക്ക് പോലെ ആപ്സ് ഒക്കെ ഇങ്ങനെ ഇൻസ്റ്റാൾ ചെയ്ത് ഉപയോഗിക്കുകയാണെങ്കിൽ നിങ്ങളുടെ സ്മാർട്ട് ഫോൺ തീർച്ചയായും സ്ലോ ആവുന്നതാണ്. സോ അടുത്ത 11ാമത്തെ പോയിന്റ്, സോ നിങ്ങളുടെ പുതിയ സ്മാർട്ട് ഫോണിലെ റീസെന്റ് ആപ്സ് ക്ലോസ് ചെയ്ത് കളയാനേ പാടില്ല. ഒട്ടേറെ ആൾക്കാർ ഞാൻ കണ്ടിട്ടുണ്ട്, ആ ആപ്പിലുള്ള പണികളൊക്കെ കഴിഞ്ഞാൽ അത് അവരപ്പം പോയിട്ട് ബാക്ക് അടിച്ച് അപ്പം പോയിട്ട് റീസെന്റ് ആപ്സ് എന്ന ആപ്പ് ക്ലോസ് ചെയ്ത് കളയും. ഇപ്പൊ പ്രത്യേകിച്ച് വാട്സാപ്പ് ഒക്കെ ആണെങ്കിൽ ഒരു മെസ്സേജ് വായിച്ചിട്ട് അത് ഓപ്പൺ ചെയ്തിട്ട് മെസ്സേജ് അയച്ച് റീസെന്റ് ആപ്സ് ക്ലോസ് ചെയ്ത് കഴിഞ്ഞ് വീണ്ടും 2 മിനിറ്റ് കഴിഞ്ഞ മെസ്സേജ് വീണ്ടും ഓപ്പൺ ചെയ്ത്, അപ്പൊ അങ്ങനെയാണ് കുറെ പ്രാവശ്യം വാട്സാപ്പ് തുറക്കുന്നതാണ്. സോ റാമിലുള്ള ഒരു ആപ്പ് ഓപ്പൺ ചെയ്യാനും റാമില്ലാത്ത ഒരു ആപ്പ് ഓപ്പൺ ചെയ്യാനും ബാറ്ററി യൂസ് ചെയ്യുന്നത് ഡിഫറെന്റ് ആയിട്ടായിരിക്കും. അതേപോലെ തന്നെ പെർഫോമൻസും ഡിഫറെന്റ് ആയിട്ടായിരിക്കും ഉണ്ടാവുക. സോ റാമിലുള്ള ഒരു ആപ്പ് ആണെങ്കിൽ അത് വളരെ എളുപ്പത്തിൽ ആ ഫോണിന് ലോഡ് ചെയ്യാൻ സാധിക്കും. അല്ലെങ്കിൽ റാമിൽ ഇല്ലാത്ത ആപ്പ് ആണെങ്കിൽ കുറച്ചൊരു സമയം എടുത്തായിരിക്കും. അതേപോലെ ബാറ്ററി കൂടുതൽ വലിച്ചും പെർഫോമൻസും വലിച്ചിട്ടായിരിക്കും അതൊരു ആപ്പ് ലോഡ് ചെയ്യുക. സോ നിങ്ങളുടെ സ്മാർട്ട് ഫോണിൽ എക്സ്പെഷ്യലി പുതിയ സ്മാർട്ട് ഫോണിൽ നിങ്ങൾ ഒരിക്കലും നിങ്ങളുടെ റീസെന്റ് ആപ്സ് ക്ലോസ് ചെയ്ത് കളയരുത്. അത് നിങ്ങൾ ചെയ്യാൻ നിങ്ങളുടെ സ്മാർട്ട് ഫോണിനെ പ്രതികൂലമായിട്ട് നിങ്ങളുടെ സ്മാർട്ട് ഫോണിന്റെ പെർഫോമൻസിനെ പ്രതികൂലമായിട്ടായിരിക്കും ബാധിക്കുക. സോ 12 നിങ്ങൾ ചെയ്യാൻ പാടില്ലാത്ത കാര്യം പെർമിഷൻസ് ആണ്. നിങ്ങൾ ഒരു ആപ്പ് ഇപ്പൊ ഇൻസ്റ്റാൾ ചെയ്യുകയാണെങ്കിൽ ഇൻസ്റ്റാൾ ചെയ്യുന്ന സമയത്ത് ഒരു പെർമിഷൻ ചോദിക്കാറില്ല. പക്ഷെ അത് ഇൻസ്റ്റാൾ ചെയ്ത് ഉപയോഗിക്കുന്ന സമയത്ത് കുറെ പെർമിഷൻ ചോദിക്കാറുണ്ട്. ക്യാമറയുടെ, സ്റ്റോറേജിന്റെ, അങ്ങനത്തെ കുറെ കോണ്ടാക്ട്സിന്റെ ഒക്കെ പെർമിഷൻ ചോദിക്കാറുണ്ട്. സോ അതെല്ലാവരും നമ്മൾ സ്കിപ്പ് ചെയ്ത് കളയുക അല്ലെങ്കിൽ അലൗ ചെയ്ത് കൊടുക്കാറാണ് ചെയ്യാറ്. സോ നിങ്ങൾ അത് ഒരിക്കലും ചെയ്യരുത്. അത് വളരെ ഡേഞ്ചർ ആയിട്ടായിരിക്കും നിങ്ങളുടെ സ്മാർട്ട് ഫോണിനെ ബാധിക്കുക. സോ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ ക്യാമറ ആപ്ലിക്കേഷന്റെ കോണ്ടാക്ട്സിന്റെ യാതൊരു ആവശ്യമില്ല. സോ അത് അങ്ങനെ ഒരു കോണ്ടാക്ട്സിന്റെ ആ പെർമിഷൻ അല്ലെങ്കിൽ കോണ്ടാക്ട്സിന്റെ പെർമിഷൻ അലൗഡ് ആണെങ്കിൽ അത് ഡിസേബിൾ ചെയ്ത് എടുക്കുക. അത് നിങ്ങളുടെ സെറ്റിംഗ്സിൽ പോയിട്ട് പെർമിഷനിൽ പോയാൽ നിങ്ങൾക്ക് ഓരോ ആപ്പിന്റെയും നോക്കിയിട്ട് ഡിസേബിൾ ചെയ്തിടാൻ സാധിക്കും. സോ അത് ഇപ്പൊ ഇൻബിൽഡ് ആയിട്ടുള്ള ആപ്സ് വലിയ കുഴപ്പമില്ല. പക്ഷെ നിങ്ങൾ തേർഡ് പാർട്ടി ആപ്സ് പ്ലേ സ്റ്റോറിൽ ആപ്പ് സ്റ്റോറിൽ നിന്നൊക്കെ ഇൻസ്റ്റാൾ ചെയ്യുകയാണെങ്കിൽ അതിന് യാതൊരു ബന്ധമില്ലാത്ത പെർമിഷൻ ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾ ഒരിക്കലും അത് അലൗ ചെയ്ത് കൊടുക്കരുത്. സോ 13ാമത്തെ കാര്യം, നിങ്ങളുടെ പുതിയ സ്മാർട്ട് ഫോണിൽ ഇപ്പൊ കുറെ ബാറ്ററി മിത്തുകളുണ്ട്. ഞാൻ ഇപ്പൊ പറയുകയാണെങ്കിൽ നിങ്ങളുടെ സ്മാർട്ട് ഫോൺ ഒരിക്കലും പുതിയ സ്മാർട്ട് ഫോൺ എസ്പെഷ്യലി പുതിയ സ്മാർട്ട് ഫോണിൽ നിങ്ങൾ ഒരിക്കലും 100% ഒരിക്കലും നിങ്ങളുടെ സ്മാർട്ട് ഫോൺ ചാർജ് ആക്കരുത്. പണ്ടത്തെ ബാറ്ററികൾക്ക് അത് ആവശ്യമുണ്ടായിരുന്നു. പക്ഷെ ഇപ്പോഴത്തെ ലിത്യം പോളിമർ നല്ല സ്മാർട്ട് ആയിട്ടുള്ള ബാറ്ററികളാണ്. അതിൽ 100% ചെയ്യുന്നത് നിങ്ങളുടെ ബാറ്ററിനെ പ്രതികൂലമായിട്ടാണ് ബാധിക്കുക. നിങ്ങളുടെ പുതിയ സ്മാർട്ട് ഫോണിൽ 100% നിങ്ങൾ ഒരിക്കലും ചാർജ് ചെയ്യരുത്. അത് ചാർജ് ചെയ്ത പോലെ കുഴപ്പമൊന്നുമില്ല, പക്ഷെ ബാറ്ററിയുടെ ലൈഫിനെ അത് തീർച്ചയായും ബാധിക്കുന്നതാണ്. സോ നിങ്ങളുടെ പുതിയ സ്മാർട്ട് ഫോൺ മേടിച്ചു കഴിഞ്ഞാൽ ഉടനെ തന്നെ 100% ചാർജ് ചെയ്യേണ്ട യാതൊരു ആവശ്യമില്ല. ലാസ്റ്റ് 14ാമത്തെ പോയിന്റ് നോക്കിയാൽ, നമ്മളിപ്പോ പുതിയ സ്മാർട്ട് ഫോൺ 20,000, 30,000, 50,000 ഒക്കെ കൊടുത്ത് സ്മാർട്ട് ഫോൺ മേടിച്ചിട്ട് അതിൽ 50 റുപ്യന്റെ 100 റുപ്യന്റെ ടെമ്പേർഡ് ഗ്ലാസ് അല്ലെങ്കിൽ അങ്ങനത്തെ ആ വിലക്കുള്ള ബാക്ക് കേസ് ഒക്കെയാണ് പലരും ഉപയോഗിക്കുന്നത്. സോ നിങ്ങൾ നല്ല വില കൊടുത്ത ഒരു സ്മാർട്ട് ഫോൺ മേടിച്ചിട്ട് അതിൽ ചീപ്പായിട്ടൊരു ടെമ്പേർഡ് ഗ്ലാസും അല്ലെങ്കിൽ ബാക്ക് കവറും ഒക്കെ മേടിച്ചിട്ട് നിങ്ങൾ എന്ത് പ്രൊട്ടക്ഷൻ ആണ് നിങ്ങളുടെ സ്മാർട്ട് ഫോണിൽ ഉണ്ടാവുക? സോ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. നിങ്ങളുടെ സ്മാർട്ട് ഫോണിൽ
നല്ല ക്വാളിറ്റി ഉള്ള അല്ലെങ്കിൽ കുറച്ച് പൈസ കൂടുന്ന ഒരു ക്വാളിറ്റി കൂടുന്നല്ല ഞാൻ പറയുന്നത്, നല്ല ക്വാളിറ്റി നിങ്ങൾ കണ്ടാൽ മനസ്സിലാവും. ക്വാളിറ്റി ഉള്ള ടെമ്പർ ഗ്ലാസും ബാക്ക് കവറും യൂസ് ചെയ്യുക. സോ ഗൈസ് കണ്ടില്ലേ, ഇത്രയും കാര്യങ്ങളാണ് ഞാൻ ഇപ്പോൾ 14 കാര്യങ്ങളോട് പറഞ്ഞു. ഇത്തരം കാര്യങ്ങളാണ് നിങ്ങളുടെ ഒരു പുതിയ സ്മാർട്ട് ഫോൺ മേടിക്കുകയാണെങ്കിൽ നിങ്ങൾ ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ. സോ ഈ കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ചെയ്യാതിരിക്കുകയാണെങ്കിൽ നിങ്ങളുടെ സ്മാർട്ട് ഫോണിലെ ലൈഫ് കുറച്ചുകൂടി കൂട്ടി കിട്ടുന്നതാണ്. അതേപോലെ തന്നെ നല്ല പെർഫോമൻസ് ആൻഡ് എക്സ്പീരിയൻസ് നിങ്ങളുടെ സ്മാർട്ട് ഫോണിൽ നിങ്ങൾക്ക് ലഭിക്കും. സോ ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞ ചില കാര്യങ്ങളെങ്കിലും നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ അതിപ്പോൾ തന്നെ നിർത്തിക്കൊള്ളുക. സോ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ വീഡിയോ ലൈക്ക് അടിച്ചേ പോവാമോ. ഒപ്പം തന്നെ എന്റെ ചാനലിലേക്ക് നിങ്ങൾ ആദ്യമായിട്ടാണ് വന്നതെങ്കിൽ ഈ ചാനൽ അടിയുടെ സബ്സ്ക്രൈബ് ബട്ടൺ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് വെക്കുക. എന്നെ ഇൻസ്റ്റാഗ്രാമിൽ നിങ്ങൾക്ക് ഫോളോ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഉണ്ട്, അതിൽ കയറി എന്നെ ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്യുക. സോ ഇതുപോലെയുള്ള യൂസ്ഫുൾ ഇൻഫോർമേറ്റീവ് വീഡിയോസുമായി നമുക്ക് വരും ദിവസങ്ങൾ കാണുന്ന പ്രതീക്ഷയോടെ സ്റ്റേ സേഫ് ആൻഡ് ഓൾവേസ് ബി ആക്റ്റീവ്.